look at the first question. Read the first question. Stone is just released from the window of a train moving along horizontal straight track. Then the stone will hit the ground following. ഒരു ട്രെയിനിന്ന് ഒരു സ്റ്റോണിനെ റിലീസ് ചെയ്യാണ് വെച്ചോ. മൂവിങ് ട്രെയിനിന്ന് ഒരു സ്റ്റോണിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ മൂവിങ് ട്രെയിനിന് ഇനേഷ്യ ഓഫ് മോഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? നിങ്ങള് ഇതിനെ കുറച്ച് നമ്മള് ലോസ് ഓഫ് മോഷനിലെ കാര്യങ്ങൾ പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഇനേഷ്യ എന്ന് പറയുന്ന സാധനമുണ്ട്. മൂവിങ് സബ്സ്റ്റൻസിന് ഇറ്റ് വിൽ ഹാവ് എ ടെൻഡൻസി ടു മെയിൻറ്റെയിൻ സ്റ്റേറ്റ് ഓഫ് മോഷൻ. റെസ്റ്റ് ഉള്ള സാധനത്തിന് അതിന്റെ ആ ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് തുടരാൻ താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് a stone is just released from a window of a train moving along a horizontal straight track. നീങ്ങുന്ന ഒരു ട്രെയിനിന്നാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോണിനെ റിലീസ് ചെയ്യുന്നത്. ഒരു നീങ്ങുന്ന ഒരു ട്രെയിനിന്ന് ഞാനിപ്പോ ഇവിടുന്ന് ഒരു പെന്ന് റിലീസ് ചെയ്യാണ്, ആ പെന്ന് നേരെ താഴേക്ക് വീഴും. പക്ഷെ ഒരു മൂവിങ് ട്രെയിനിന്ന് ഒരു പെന്നിനെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ പെന്ന് എങ്ങനെയാണ് നീങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെന്നിന് ആ ട്രെയിൻ മൂവ് ചെയ്യുന്നതിനോണ്ട് ആ സബ്സ്റ്റൻസിനും ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും. If you are releasing a substance from a moving platform, it will have an initial velocity. ആ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള സബ്സ്റ്റൻസ് പിന്നെ നീങ്ങിയിട്ട് ഇതാ ഇങ്ങനെയാണ് പോയി വീഴുക. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് മൂവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. പിന്നെ ആ ഇനീഷ്യൽ വെലോസിറ്റി ഉള്ള സബ്സ്റ്റൻസ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് നീങ്ങുന്നത്. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് നീങ്ങുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് എക്സിക്യൂട്ടിങ് എ മോഷൻ ലൈക്ക് ദിസ്. Therefore, is it executing a straight line path? No. Is it executing a circular path? No. Hyperbola എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പാരബോള, ഹൈപ്പർബോള, എലിപ്സ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. പഠിച്ചിട്ടുണ്ടോ? നേരെ തിരിച്ചല്ലേ വേണത്. ഇത് ഒരു പാരബോളിക് പാത്ത് ആണ്. പാരബോളിക് പാത്ത്. നിങ്ങൾ ഈ ചോദ്യത്തിന് തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാന്നാല് ഇത് പാരബോളിക് പാത്ത്. പ്രൊജക്ടൈൽ മോഷൻ ഇസ് പാരബോളിക് ഇൻ നേച്ചർ. പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആണ്. അതിന് നിങ്ങൾ പാരബോള എന്ന് പറയുന്നത് എന്താന്നൊക്കെ പഠിക്കണമായിരുന്നു. കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ലേ നിങ്ങൾക്ക് മാത്സിൽ ഉണ്ട് കേട്ടോ. ആ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ, എലിപ്സിന്റെ ജനറൽ ഇക്വേഷൻ, പാരബോളയുടെ ജനറൽ ഇക്വേഷൻ ഒക്കെ പഠിക്കും. ഓക്കെ, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആയിരിക്കും. പ്രൊജക്ടൈൽ മോഷൻ പാരബോളിക് ആയിരിക്കും. നമ്മുടെ നോർമൽ ക്ലാസ്സിൽ അത് ഞാൻ വൈ പ്രൊജക്ടൈൽ മോഷൻ ഇസ് പാരബോളിക് എന്നുള്ളതിനെ ഞാൻ തെളിയിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് എന്ത് ചെയ്യുന്നാല് സ്റ്റോൺ റിലീസ്ഡ് ഫ്രം എ മൂവിങ് ട്രെയിൻ ഇസ് എ പാരബോളിക് മോഷൻ, ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ പ്രൊജക്ടൈൽ മോഷൻ. അതൊരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. അതുകൊണ്ട് അതൊരു പാരബോളയുടെ രീതിയിലാണ് നീങ്ങുക കേട്ടോ. അപ്പൊ തൽക്കാലത്തേക്ക് എനിക്ക് ഇത്രയേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഈ ഓക്കെ, വോയിസ് മ്യൂട്ട് ആക്കിയിട്ട് അനിയത്തിനോടോ അനിയനോടൊക്കെ വർത്താനം പറയും. ഇത് ഞാൻ ക്ലിയർ ചെയ്യട്ടെ. ഐ എം ക്ലിയറിംഗ് ദിസ്. ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് സി. ഓക്കെ, projectile motion is parabolic. The stone which is released from a moving train is a projectile. Therefore, it will execute a parabolic motion. Clear all drawings? Any? Let's look at the next question. Can you see the next question? Is it in a readable size? Yes. Then an aeroplane is flying horizontally with a velocity of 600 km/h. Therefore, velocity of aeroplane is 600 km/h at a height of h is equal to 1960 meter. When it is vertically at a point A on the ground, A എന്ന് പറയുന്ന പോയിന്റിന്ന് വെർട്ടിക്കലി അപ്പ് ആണെങ്കിൽ എ ബോംബ് ഇസ് റിലീസ്ഡ് ഫ്രം ഇറ്റ്. ആ ഒരു സമയത്ത് ഒരു ബോംബ് റിലീസ് ചെയ്തു. ബോംബ് സ്ട്രൈക്സ് ദ ഗ്രൗണ്ട് അറ്റ് എ പോയിന്റ് ബി. അതായത് ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്. ആ എ എന്ന് പറയുന്ന പോയിന്റിന്ന് വെർട്ടിക്കലി അപ്വേർഡ് ആവുന്ന സമയത്താണ് നമ്മളുടെ ആ എയറോപ്ലെയിൻ എന്ത് ചെയ്യുന്നത്? ആരെ റിലീസ് ചെയ്യുന്നത്?
ഒരു ബോംബിനെ റിലീസ് ചെയ്തു. ആ ബോംബിനെ റിലീസ് ചെയ്യുമ്പം ആ സിറ്റുവേഷനിൽ എയറോപ്ലെയിൻ റെസ്റ്റിലാണോ മോഷനിലാണോ? In that particular situation, aeroplane motion. At motion. It is moving with a velocity of 600 km/h. ഒരു v വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബോംബും v വെലോസിറ്റിയിൽ നീങ്ങുന്നുണ്ടായിരുന്നു. ആ ബോംബ് എന്ത് ചെയ്യും? അത് പോയിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ടൈൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് ഇവിടെ പോയി വീഴുക. Let's say it is falling at a point B. ബി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ പോയി വീണു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഡിഡ് ദേ ആസ്ക് യു? ദ ഡിസ്റ്റൻസ് എ ബി ഇസ്, അല്ലേ? അതായത് നോക്കട്ടെ, വെർട്ടിക്കലി അപ്പ് അറ്റ് എ പോയിന്റ്, അതായത് ഇതല്ല എ എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെയാണല്ലേ, അല്ലെ? എയറോപ്ലെയിന് ഗ്രൗണ്ടിൽ നിന്ന് വെർട്ടിക്കലി അപ്പ് ആയിട്ട് എ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. Therefore, this is the point A, അല്ലേ? ഇത് point B. When it is vertically at a point A, on the ground. നോക്കാം ഇതില് എനിക്ക് പറഞ്ഞ സെന്റൻസിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നോക്കാം. എന്തായാലും ഈ പോയിന്റ് ആണെന്ന് വിചാരിച്ചോ. ഒന്നെങ്കിൽ ഈ പോയിന്റ് അല്ലെ ഈ പോയിന്റ്, എന്തായാലും ഈ പോയിന്റ് ആണ് വിചാരിച്ചോ. ഈ പോയിന്റ് ആണെങ്കിൽ ലെറ്റ് മീ സേ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ആർ എന്ന് വിളിക്കുക. റേഞ്ച് ദ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ പ്രൊജക്ടൈലിനെ റേഞ്ച് എന്ന് വിളിക്കാറുണ്ട്. ഈ ഡിസ്റ്റൻസിനെ ഞാൻ വെറുതെ എച്ച് എന്ന് വിളിക്കട്ടെ, എച്ച്. ഇനി ഈ ദൂരാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ, if they have asked you to find out this particular distance means what's the method for finding this? Pythagoras theorem പ്രകാരം ഇത് എന്തായിരിക്കും? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും. കുഴപ്പമുണ്ടോ? നോ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ സബ്സ്റ്റൻസ് നീങ്ങുന്നത് എങ്ങനെയാ? സബ്സ്റ്റൻസ് ഹൊറിസോണ്ടലി ആണ് ഇനീഷ്യൽ ആയിട്ട് നീങ്ങുന്നത്, അല്ലേ? കുഴപ്പമുണ്ടോ? ദിസ് സബ്സ്റ്റൻസ് ഇസ് മൂവിങ് ഹൊറിസോണ്ടലി ഇനീഷ്യലി. ഞാൻ ഇവിടെ വരയ്ക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ പറയാം. ശ്രദ്ധിച്ചോ. In order to speak this situation, if a substance is projected with a velocity v horizontally from a height h, ആ സബ്സ്റ്റൻസ് പോയിട്ട് എവിടെ വീഴും? Let's assume that substance is falling somewhere over here. ഈ ദൂരത്തിനെ നമ്മൾ റേഞ്ച് ഓഫ് ദ പ്രൊജക്ടൈൽ എന്ന് വിളിക്കും. റേഞ്ച് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് ആണോ വൈ ഡിസ്റ്റൻസ് ആണോ? റേഞ്ച് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് ആണോ വൈ ഡിസ്റ്റൻസ് ആണോ? പറയും. റേഞ്ച് എന്ന് പറയുന്നത് എക്സ് ഡിസ്റ്റൻസ് ആണോ? എക്സ് ഡിസ്റ്റൻസ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് അത് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈം ടി ആണ് വിചാരിച്ചോ. നമ്മൾ കുറച്ച് മുന്നത്തെ മറ്റേ ബോർഡ് ക്രോസിംഗ് പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്തിരുന്നു. ബോർഡ് ക്രോസിംഗ് പ്രോബ്ലത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണെങ്കിൽ നമ്മൾ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എടുക്കും. വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ? അത് v ആണ്. വാട്ട് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ? അത് r ആണ്, അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാല് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ള റിലേഷൻ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ we could say vx is equal to x by t ആണ്. അങ്ങനെയാണെങ്കിൽ vx ന് പകരം ഇവിടെ v എഴുതാം. v is equal to x ന് പകരം r divided by t. r by t. Okay. അങ്ങനെയാണെങ്കിൽ r is equal എന്ത് കിട്ടും? Therefore r is equal to ആണെങ്കിൽ vt.
VT അല്ലേ? കുഴപ്പമുണ്ടോ? നോ. ഇനി ശ്രദ്ധിച്ചോ ഇതിന്റെ y ഡയറക്ഷനിലെ സിറ്റുവേഷൻ നോക്കാം. ഈ സബ്സ്റ്റൻസിന്റെ y ഡയറക്ഷനിലെ സിറ്റുവേഷനിൽ വാട്ട് ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ? ഈ സബ്സ്റ്റൻസിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ എത്രയാ? 0. കാരണം ഇനീഷ്യലി അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് പ്രൊജക്ട് ചെയ്തതെങ്കിൽ അതിന് ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ ഇല്ല. കുഴപ്പമില്ലല്ലോ? എന്താണ് മോനെ മ്യൂട്ട് ചെയ്യടാ, സൗണ്ട് മ്യൂട്ട് ചെയ്യടാ. നിങ്ങളുടെ ഭക്ഷണ പ്രശ്നം ഇവിടെ കേൾപ്പിക്കല്ലേ. മ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നിന്നെ എനിക്ക് പുറത്തേക്ക് ഇടേണ്ടി വരും. അതിന് ആരാന്ന് മനസ്സിലാവണ്ടേ. എന്തായാലും നമ്മള് ഇങ്ങനെ uy 0 ആണ്. uy 0 ആണെങ്കിൽ വാട്ട് ഇസ് ആക്സിലറേഷൻ ഇൻ y ഡയറക്ഷൻ? ആക്സിലറേഷൻ ഇൻ y ഡയറക്ഷൻ നമുക്ക് g എന്ന് എടുക്കാം. എന്താ? ഗ്രാവിറ്റി. താഴോട്ടേക്ക് വരുന്ന സമയത്തുള്ള ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. വെലോസിറ്റി കൂടിക്കൊടുക്കും, ആക്സിലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അങ്ങനെയാണ് uy = 0 ആണ്, ay = g ആണ്. അതേപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് h എന്ന് എഴുതാം. ഇത് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? h. ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇല്ലേ? എന്തൊക്കെയാണ്? v = u + at, s = ut + ½ at square, v² - u² = 2as. അങ്ങനെയാണെങ്കിൽ s = ut + ½ at square എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കൊടുക്കുകയായിരിക്കും. If you are giving these values in the s = ut + ½ at square, നമുക്ക് എന്താക്കാം? s ന് പകരം എന്ത് കൊടുക്കാം പറയും? Instead of s we could give h. h is equal to u എത്രയാ? 0. ut അപ്പം 0. അപ്പൊ 0 + ½ gt square. കുഴപ്പമുണ്ടോ? ഇല്ല. അതിൽ നിന്ന് t² = ആണെങ്കിൽ 2h/g. t = ആണെങ്കിലോ √2h/g. അപ്പം നമുക്ക് ഈ t നമുക്ക് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോഷൻ കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഞാനിപ്പോ ഈ റൈറ്റ് സൈഡിൽ സംസാരിച്ച് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ കാര്യങ്ങളാണ്. ഒരു സഫിഷ്യന്റ് ഹൈറ്റ്, എത്ര ഹൈറ്റ്? h ഹൈറ്റ് ഒരു സബ്സ്റ്റൻസിനെ ത്രോ ചെയ്യുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസ് നിലത്തെത്താൻ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? ആ സബ്സ്റ്റൻസ് നിലത്തെത്താൻ എടുക്കുന്ന ടൈം എത്രയാ പറയും? √2h/. അങ്ങനെയാണ് റേഞ്ച് എത്രയായിരിക്കും? റേഞ്ച് എന്ന് പറയുന്നത് r = v × t എന്നല്ലേ പറഞ്ഞത്. ആ ടിക്ക് പകരം എന്ത് കൊടുക്കാം? ഇൻസ്റ്റെഡ് ഓഫ് ദിസ് t √2h/g. അപ്പം ലെറ്റ് മീ റൈറ്റ് r = v × √2h/g. എഴുതട്ടെ, കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ r-നെ നമുക്ക് കണ്ടുപിടിക്കാം. r-നെ എങ്ങനെ കണ്ടുപിടിക്കാം? v എത്രയാ? 600 km/h ആണ്. 600 km/h m/s മാറ്റുകയാണെങ്കിൽ എങ്ങനെയാ? into 5/18 അല്ലേ? ആണ്. അപ്പൊ 600 km/h 600 into എന്ത് 5/18 ചെയ്യൂലേ? പിന്നെ √h എത്രയാ? h തരാം. ജീനെ h ഇങ്ങനെ തന്നതിനോണ്ട് ജീനെ നിങ്ങൾ 9.8 എടുത്തോ, കാരണം ഇതിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാ തോന്നുന്നില്ലേ? ആണോ? t എത്ര കിട്ടും? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് t. അതാ സുഖിക്കുന്നു. √2 × 1960 divided by 9.8. What's the answer for this? 1960 9.8 വെട്ടിപ്പോവോ? What's the value of t? t ഒന്ന് കണ്ടുപിടിക്കും. നിങ്ങൾ ലൈനിലുണ്ടോ? 20 സെക്കൻഡാ? Yes sir. Therefore you are getting t = 20 second അല്ലേ? ആണോ? Yes. Yes.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീനെ 20 സെക്കൻഡ് എന്ന് കിട്ടി. നമുക്ക് ഇവിടെ ഒക്കെ കിലോമീറ്ററിലല്ലേ, ബാക്കിയൊക്കെ കിലോമീറ്ററിലല്ലേ അല്ലേ? Yes, sir. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാന്നാല് എന്തായാലും എങ്ങനെ വേണേ കൺവേർട്ട് ചെയ്യട്ടോ, കിലോമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാം, ഇതിലാക്കാം, എന്തായാലും കുഴപ്പമില്ല. ലെറ്റ് മീ സേ വിനെ 5/18 മൾട്ടിപ്ലൈ എത്രയാ? 600 into 5/18 166. 167. 167 ആ? 66.66. ആയിക്കോട്ടെ. അപ്പൊ 167 എഴുതട്ടെ. 167 മീറ്റർ. ഓക്കെ, അല്ല മീറ്റർ പെർ സെക്കൻഡ് അല്ലേ, മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി 167 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ 167 ഇൻറ്റു എത്ര? 20 അല്ലേ? ടൈം 20 അല്ലേ? അപ്പൊ 6 എത്ര കിട്ടി? 6 എത്ര കിട്ടി? 6 എത്ര കിട്ടി? 3,340. 3340 ആണോ? ആണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്ന ദാറ്റ് മച്ച് മീറ്റർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതാ ആൻസർ വരാം? സി അല്ലേ? സി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ സി, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് താഴെയാണെങ്കിൽ ഇതായിരിക്കും ആൻസർ അല്ലേ? ഇവിടെ 3 ഓപ്ഷൻസ് ഉള്ളത് 33 അല്ല 33 വെച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ദിസ് ഡിസ്റ്റൻസ് ആസ് 3340 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാൽ സി ആയിരിക്കും ആൻസർ. ഇനി ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ √(s²+r²) നോക്കി നോക്കാം. ഒറ്റ മിനിറ്റ്. പിന്നെ ഇതിപ്പോ ക്ലിയർ ചെയ്യാം. ഇത് മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്? ഈ ഡെറിവേഷൻ പാർട്ട് മനസ്സിലായോ? ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ ഡെറിവേഷൻ പാർട്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സാറേ 167 എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. ഏതാടാ 167? 600 into 5/18, അതായത് 600 into 5 kilometer per hour is equal to 5/18 meter per second ആണ്. Therefore 600 kilometer per hour is equal to 600 into 5/18. ഇതിന്റെ ആൻസർ നിങ്ങൾ ആരോ പറഞ്ഞ കേട്ടോ, അത് എനിക്ക് അറിയില്ല. നിങ്ങൾ പറഞ്ഞാണ് 600 into 5 divided by 18 167 ആണ്. ആണോ? എനിക്കറിയില്ല. I didn't do it. അങ്ങനെ ചെയ്തിട്ടാണ് ഈ ആൻസർ കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ നോക്കി നോക്കാം. ഇത് ക്ലിയർ ചെയ്യട്ടെ? ക്ലിയർ ചെയ്യട്ടെ? സാറേ t is equal root of 2h/g എങ്ങനെയാന്ന് പറഞ്ഞുതരോ? t is equal root of 2h/g എടുത്ത് എങ്ങനെയാ പറഞ്ഞാല് ഒരു 2 ഡയമെൻഷണൽ മോഷൻ ആണിത്. 2 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ y ഡയറക്ഷനിലുള്ള മോഷനെ നോക്കുക വിചാരിച്ചോ. s is equal ut plus half at square എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കില്ലേ? ഉണ്ട്. അത് y ഡയറക്ഷനിലാണ് ഇതിന്റെ മോഷനെ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? h ആണ്. അപ്പം y ഡയറക്ഷനിലുള്ള മോഷനെയാണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് h. കുഴപ്പമില്ലല്ലോ. y ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ എത്രയാ? g. കാരണം ഇത് y ഡയറക്ഷനിൽ താഴത്തേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ആ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതുകൊണ്ടാണ് y ഡയറക്ഷനിലുള്ള ആക്സിലറേഷൻ g. കുഴപ്പമുണ്ടാവും? ഈ സബ്സ്റ്റൻസിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഇൻ y ഡയറക്ഷൻ എത്രയാ? ഈ സബ്സ്റ്റൻസ് ഇനീഷ്യലി ഇങ്ങോട്ടാണ് എറിഞ്ഞത്, അതായത് x ഡയറക്ഷനിലാണ് എറിഞ്ഞത്. അപ്പം ഇനീഷ്യലായിട്ട് അതിന് y ഡയറക്ഷനിൽ വെലോസിറ്റി ഒന്നും ഇല്ലല്ലോ. ഇനീഷ്യലായിട്ട് ആ സബ്സ്റ്റൻസ് x ഡയറക്ഷനിലാണ് നീങ്ങുന്നത്. അപ്പൊ ഇനീഷ്യലായിട്ട് അതിന് y ഡയറക്ഷനിൽ വെലോസിറ്റി ഒന്നും ഇല്ല. അപ്പം ഈ s is equal to ut plus half at square വേണമെങ്കിൽ ഇവിടെ എഴുതട്ടെ, ഞാൻ ഇവിടെ എഴുതട്ടെ. s is equal to ut plus half at square we can write s is equal to uit plus half ayt square എന്ന് എഴുതാം. ഇത് കൂടെ അതിൽ ui എത്രയാ? ui 0. അതുകൊണ്ടാണ് ഇവിടെ uit നെ മൊത്തം 0 ആക്കിയത്. s ന് പകരം എന്ത് കൊടുക്കാം? s ന് പകരം h കൊടുത്തു. h ന് പകരം h കൊടുത്തു. ui ക്ക് പകരം 0 എന്ന് കൊടുത്തു. ui ക്ക് 0 കൊടുത്തിട്ടുണ്ട്, uit 0 ആയി. ay ക്ക് പകരം എന്ത് കൊടുക്കാം? ay ക്ക് പകരം g. അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് gt സ്ക്വയർ ആയത്. കുഴപ്പമുണ്ടാവും?
പിന്നെ അത് കിട്ടി. പിന്നെ അതിൽ നേരെ സിംപ്ലിഫൈ ചെയ്തില്ലേ, t is equal to root of 2h by g. Okay, hope this is clear to you. അങ്ങനെയാണെങ്കിൽ let me clear all these drawings and let's look at the answer. എനിക്കിതിൽ ഒരു ഡൗട്ട്, മേലെ നിന്നുള്ള ദൂരമാണോ പറഞ്ഞതെന്നൊരു ഡൗട്ട് ഉണ്ട്, നോക്കട്ടെ. ആൻസർ അല്ലേ? ഏതിന്റെ ഇനി ആൻസർ? എത്രാമത്തെ ക്വസ്റ്റ്യൻ? അതാ ഇതന്നെയല്ലേ? ആണ്, സി തന്നെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം എന്താ? ഇതല്ലേ? A bullet is to be fired with a speed of 2000 meter per second. അപ്പൊ ഇവിടെ സ്പീഡ് തന്നെയാണ്. V is equal to 2000 meter per second. Hit target 200 meter away from the level ground. അപ്പം ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ദൂരമാണ് അവര് പറഞ്ഞത്, അതായത് റേഞ്ച്. ഗ്രൗണ്ടിൽ നിന്നുള്ള ദൂരല്ലേ പറഞ്ഞത്? അപ്പൊ റേഞ്ച് ആണ് എന്ത്? 200 മീറ്റർ. കുഴപ്പമുണ്ടോ? അവിടെ ജി എത്ര എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്? ജീനെ നമ്മളോട് 10 എന്ന് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. 10 meter per second square എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. Then the gun should be aimed at. അതായത് നമ്മളോട് ഭൂമിയിൽ നിന്ന് ഒരു ഗണ്ണിനെ ഫയർ ചെയ്യണം. ഒരു പീരങ്കി ആയിരിച്ചു, ഒരു പീരങ്കീനെ ഫയർ ചെയ്യിക്കുകയാണ്. ഫയർ ചെയ്യിച്ചിട്ട് ആ പീരങ്കി എന്നുള്ള സബ്സ്റ്റൻസ് എവിടെ പോയി വീഴണം? എവിടെ പോയി വീഴണം? 200 മീറ്ററിൽ അല്ലേ? പിന്നെ ആ പീരങ്കിയിൽ നിന്ന് പോകുന്ന ബുള്ളറ്റിന്റെ വെലോസിറ്റി എത്രയാ? 2000 meter per second അല്ലേ? Then the gun should be aimed at, options വായിക്കാം. Directly at the target, 5 centimeter below the target, 5 centimeter above the target, 2 centimeter above the target, 2 centimeter below the target. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് മനസ്സിലാവേണ്ടത് ഇത് ഗ്രൗണ്ട് നല്ല ഫയർ ചെയ്ത് അല്ലല്ലോ. ഇത് ഗ്രൗണ്ടിൽ നിന്ന് ഫയർ ചെയ്ത രീതിയിലാണെങ്കിൽ ഓപ്ഷൻസ് ഇങ്ങനെ തരില്ല അല്ലേ? ഗ്രൗണ്ടിൽ നിന്ന് ഫയർ ചെയ്ത രീതിയിലാണ് ഓപ്ഷൻസ് ഇങ്ങനെ തരില്ലല്ലോ. ഇല്ല. അപ്പൊ ഇവിടെ നമ്മളെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ സിറ്റുവേഷൻ, ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ സിറ്റുവേഷനിൽ R കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്തേനി? R is equal to root of R is equal to V into T എന്നല്ലേ? T കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്തേനി? ഓർമ്മണ്ടോ? T കണ്ടുപിടിക്കാൻ കുറച്ചു മുന്നേ ചെയ്ത ഫോമുല. What was the formula that we were getting for T? Root of 2h by g അല്ലേ? അങ്ങനെയാണെങ്കിൽ റേഞ്ച് ആണെങ്കിൽ എന്തേനി? V into T അല്ലേ? V into root of 2h by g അറിയില്ലേ? R is equal to V into root of 2h by g. അങ്ങനെ ഇക്വേഷൻ ഉണ്ട് ഉണ്ടോ? അങ്ങനെയാണ്. ലെറ്റ് മീ റൈറ്റ് ഡയഗ്രം തന്നെയാ. ഏത്? ഈ ഡയഗ്രം അല്ല, ഈ ഡയഗ്രം ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷെ ഓപ്ഷൻസ് വായിച്ചു നോക്കിയപ്പോൾ പ്രൊജക്ട് ചെയ്ത സിറ്റുവേഷൻ. പീരങ്കി മേലെയാണ്. ഇവിടെയാണ് 200 മീറ്റർ ഉള്ളത്. ആ സബ്സ്റ്റൻസ് ഇങ്ങനെ പോയി വീഴണം. ഈ സിറ്റുവേഷൻ ആണ്, കാരണം ഓപ്ഷൻസ് ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ R is equal എന്താ ഫോർമുല? V root 2h by g ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ R square is equal ആണ് എന്താക്കാം? R square is equal ആണ് V square h by g. അപ്പൊ അതിൽ നിന്ന് h is equal എന്ത് കിട്ടും? R square g divided by v square by 2v square അല്ലേ? ആണോ?
അങ്ങനെയാണ് h is equal to r square g divided by 2v square. r എത്രയാ? r എത്രയാ? 200 അല്ലേ? ആണോ? 200 square into ഇതിനെ നമുക്ക് 10 എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ 2 into v square എന്ന് പറയുന്നത് എത്രയാ? v എത്രയാ? 2000 ആ? 2000 square. അപ്പൊ എന്ത് കിട്ടും? What's the answer for this? 0.01. What's the final answer for this? 200 square into 10 divided by 2 into 2000 square. What's the answer for this? $0.05. 0.05 എന്നാ കിട്ടുന്നത് ആണോ? Accurate ആണെന്ന് അറിയാം. അങ്ങനെയാണ് എത്ര സെന്റിമീറ്റർ? അങ്ങനെയാണ് എത്ര സെന്റിമീറ്റർ? 5 centimeter. 5 സെന്റിമീറ്റർ. അപ്പം സബ്സ്റ്റൻസിനെ ഒരു 5 സെന്റിമീറ്റർ എബവ് ദ ടാർഗറ്റ് ആണ് വെക്കുന്നത് വിചാരിച്ചോ. ടാർഗറ്റിന്റെ 5 സെന്റിമീറ്റർ മേലെയാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഫയർ ചെയ്ത ബുള്ളറ്റ് നേരെ പോയി ഇതിന് മേലെ തട്ടിക്കോളും അല്ലേ? അങ്ങനെയാണ് ഏതാ ആൻസർ? വിച്ച് ഇസ് ദ ആൻസർ? C. Gun should be aimed 5 centimeter above the target. ടാർഗറ്റിന്റെ 5 സെന്റിമീറ്റർ മേലെന്നാണ് ഗണ്ണിനെ ഫയർ ചെയ്യുന്നതെങ്കിൽ അത് നേരെ പോയി ഇവിടെ വന്ന് തട്ടിക്കോളും. ഓക്കെ, മനസ്സിലായോ? Yes. Let me clear all these drawings. ആയിക്കട്ടെ? ആയിക്കട്ടെ? Yes. Then Yes. next question. An aeroplane moving horizontally with a speed of 720 km/h drops a food packet. ഇതല്ല അടുത്ത ചോദ്യം. സ്പീഡ് തന്നിട്ടുണ്ട്. അപ്പം v is equal to 720 km/h drops a food packet while flying at a height of അപ്പം ഹൈറ്റ് തന്നിട്ടുണ്ട് എത്ര? 396.9 meter. Okay, then the time taken by the food packet to reach ground and its horizontal ranges. ടൈമും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, റേഞ്ചും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് ചോദ്യം? ഗ്രൗണ്ടിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത പ്രൊജക്ടൈലിന്റെ സിറ്റുവേഷൻ ആണോ അതോ ഒരു ഹൈറ്റ് നിന്ന് പ്രൊജക്ട് ചെയ്ത പ്രൊജക്ടൈലിന്റെ സിറ്റുവേഷൻ മാതിരിയാണോ? ഹൈറ്റ്. കാരണം എയറോപ്ലെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൂവ് ചെയ്യുന്ന എയറോപ്ലെയിനിൽ ഒരു ഫുഡ് പാക്കറ്റ് റിലീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് മാതിരിയാ? നമ്മളുടെ ഒരു മൂവിങ് ട്രെയിനിൽ നിന്ന് ഒരു സബ്സ്റ്റൻസ് റിലീസ് ചെയ്ത മാതിരി. അപ്പൊ അത് ഇങ്ങനെയാണ് പോയി വീഴുക അല്ലെ? ഇങ്ങനെയാണ് പോയി വീഴെങ്കിൽ അതിന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ് എത്രയായിരിക്കും? ടൈം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് എന്ത് പറയേ? 2h/g. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോമിൽ എന്താ? v into t അല്ലേ? ആണോ? അങ്ങനെയാണെങ്കിൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? ടൈം റൂട്ട് ഓഫ് 2 h എത്രയാ? 396.9 ഡിവൈഡഡ് ബൈ g. ഇപ്പൊ ഇവിടെ ഇത് ഇങ്ങനെ തന്നതിനോണ്ട് ജീനെ നമുക്ക് 9.8 എടുക്കുന്നതിലേക്ക് നന്നാവുക, മൾട്ടിപ്ലൈ കറക്റ്റ് വെട്ടി പോകാനുള്ള രീതിയിലേക്കും. ഡിവൈഡ് ബൈ 9.8. വാട്ട്സ് യുവർ ആൻസർ ഫോർ ദിസ്? What is your answer for this? ചെയ്യുന്നില്ലേ? $396.9 divided by 9.8 cancel out ചെയ്യോ?
9 അല്ലേ? എങ്ങനാ 9 second. 9. ഇവിടെ അപ്പൊ ഇത് 9 ആ വരിക ആണോ? റൂട്ട് ഓഫ് 81 വരും സർ. അപ്പൊ 3√2 വരും അല്ലെ? 9 into 2 ന്റെ റൂട്ട് ആണ് 3√2. അല്ലല്ല, അങ്ങനെയല്ല. സർ ടോട്ടൽ ആൻസർ ആണ് 9. ക്യാൻസൽ ഔട്ട് ടോട്ടൽ ആൻസർ ആണ്, ക്യാൻസൽ ചെയ്തിട്ടുള്ള ടോട്ടൽ ആൻസർ ആ. അതെ സർ. ഇൻറ്റു 2 കൂടി ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 81 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോ റൂട്ട് ഓഫ് 81 കിട്ടും സർ. റൂട്ട് ഓഫ് 81 എത്രയാ? 9. അപ്പൊ ടി എത്ര കിട്ടി? 9 അല്ലെ? നേരെ പോണ്ട് അല്ലെ? അപ്പൊ ടി 9 കിട്ടിയിട്ടുണ്ട്, പിന്നെ ബാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. ടി 9 കിട്ടിയിട്ടുണ്ടെങ്കിൽ then this is the answer for t, then this is your answer. ഇനി അഥവാ മറ്റേ ചെയ്യണം വിചാരിച്ചാൽ എന്തിനാ? 720 km/h എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡ് ആക്കണം. എങ്ങനെ? 720 into 5/18 അല്ലെ? km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാം. ചെയ്തൂടെ? എത്രയാ? 720 into 5/18 സർ 2 എത്രയാ? What's your answer? What is the v value? 200 കിട്ടും. 200 meter per second. 200 meter per second ആണ് റേഞ്ച് എന്ന് പറയുന്നത്. 200 into 9 അല്ലേ? 200 into 9 എന്ന് പറയുന്നത് തന്നെയല്ലേ? 1800. Okay. Is this clear? Yes sir. Yeah. Shall I clear all these drawings? Yes. Then next question is a particle A is dropped from a height and another particle B is thrown horizontal direction with a speed of 5 meter per second from the same height. The correct statement is ഒരു ഹൈറ്റിന്ന് ഒരു പാർട്ടിക്കിളിന് എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തു. ഒരു പാർട്ടിക്കിളിനെ ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത്തെ പാർട്ടിക്കിളിനെ എന്ത് ചെയ്തു? another particle is thrown horizontally with a speed of 5 meter per second from the same height. The correct statement is both particles which will reach the ground simultaneously. First statement. Both particle will reach the ground with same speed. Second statement. Particle A will reach at the ground first with respect to B. Particle B will reach ground with respect to particle A. എന്തായാലും A എന്ന് പറയുന്ന പാർട്ടിക്കിളിനെയാണ് താഴേക്ക് ഇട്ട് വെച്ചോ. B എന്ന് പറയുന്ന പാർട്ടിക്കിളിനാണ് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ ടൈം റിക്വയർഡ് ബൈ ദ പാർട്ടിക്കിൾ B to reach ground എത്രയാ? റൂട്ട് ഓഫ് ടൈം റിക്വയർഡ് ബൈ ദ പാർട്ടിക്കിൾ ടു റീച്ച് ദ ഗ്രൗണ്ട്. അത് നമ്മളിപ്പം പഠിച്ചില്ലേ? കുറച്ചു മുന്നേ പഠിച്ചതാണല്ലേ? ഇനി ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എത്രയാ? ഒരു ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി 0, ആക്സിലറേഷൻ g, ഡിസ്പ്ലേസ്മെന്റ് h. അതും നമ്മൾ ടൈം കണ്ടുപിടിക്കുകയാണ് റൂട്ട് ഓഫ് 2h/g തന്നെ കിട്ടാം. ആണോ? ഒരു ഫ്രീലി ഫോളിംഗ് സബ്സ്റ്റൻസ് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന ടൈമിനെ നോക്കിയിട്ടുണ്ട്, അതും റൂട്ട് ഓഫ് 2h/g. അപ്പൊ ടൈം പീരീഡ് ഓഫ് എ ആൻഡ് ടൈം പീരീഡ് ഓഫ് ബി എന്താ? സെയിം ആണോ ഡിഫറെന്റ് ആണോ? സെയിം ആണോ ഡിഫറെന്റ് ആണോ? സെയിം. അപ്പൊ നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നാല് ഒരു വലിയൊരു ബിൽഡിങ്ങിന് മേലെ കയറിയിട്ട് ഒരാൾ നേരെ താഴേക്ക് ചാടി, ഒരാൾ ഓടി വന്നിട്ട് അതേ സമയത്ത് തന്നെ ഒരാൾ നേരെ മുന്നോട്ടേക്ക് ചാടി. പക്ഷെ രണ്ടാളും ഒരേ സമയത്താണ് നിലത്തെത്തുക. രണ്ടാളും ഒരേ സമയത്താണ് നിലത്തെത്തുക. പക്ഷെ രണ്ടാളും ഒരേ വെലോസിറ്റിയിലാണ് നിലത്തെത്തുക വെച്ചിട്ടല്ല. കാരണം എന്താ പറഞ്ഞാല് ഇയാളുടെ വെലോസിറ്റി ഇങ്ങോട്ടായിരിക്കും, ഇയാളുടെ വെലോസിറ്റി ഇങ്ങോട്ടേക്കായിരിക്കും. ആ വെലോസിറ്റിയിൽ ഈ വെലോസിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇയാളുടെ ഈ വെലോസിറ്റി ഉണ്ടാവും, Vx ഉണ്ടാവും, ഇവിടെ ഒരു വെലോസിറ്റി Vy ഉണ്ടാവും. അത് രണ്ടും കൂടിയുള്ള റിസൾട്ടന്റ് വെലോസിറ്റി V ആയിരിക്കും. അപ്പൊ V മാറും. അപ്പം ബോത്ത് പാർട്ടിക്കിൾ വിൽ റീച്ച് ഗ്രൗണ്ട് സൈമിൾട്ടേനിയസ്ലി. ദിസ് ഇസ് കറക്റ്റ്. കാരണം രണ്ടും ഒരേ ടൈമാണ് എടുക്കുന്നത്. ബോത്ത് പാർട്ടിക്കിൾ വിൽ റീച്ച് ഗ്രൗണ്ട് വിത്ത് സെയിം സ്പീഡ്. ദിസ് ഇസ് റോങ്. കാരണം ഇതിന്റെ സ്പീഡ് ആയിരിക്കില്ല ഇതിന്റെ സ്പീഡ്. പാർട്ടിക്കിൾ എ വിൽ റീച്ച് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട്, അത് പിന്നെ പറഞ്ഞാൽ തെറ്റാണ്. പാർട്ടിക്കിൾ ബി വിൽ. അപ്പം മനസ്സിലായോ? സാർ സ്പീഡ് ഡിഫറെന്റ് ആണെങ്കിൽ എങ്ങനെ ഒരുമിച്ച് ടൈമിൽ എത്തുന്നത്? കാരണം എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് ഡയറക്ഷനെ കൂടി ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? രണ്ടാളും രണ്ട് ഡയറക്ഷനിലാണ് നീങ്ങുന്നത്.
ഇയാൾ ഇവിടെയാ ഫിനിഷ് ചെയ്യുന്നത്. ഇയാൾ കുറച്ചുകൂടി സ്പീഡ് കൂടുതലായിരിക്കും. അതിനോണ്ടാണ് അയാൾക്ക് കുറച്ചുകൂടി ഇപ്പുറത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത് അതേ ടൈമിനോട്. ബി ഇവിടെ ഫിനിഷ് ചെയ്യാണ്. ഇവിടെ ഫിനിഷ് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് കുറെ ദൂരത്ത് ഒരേ ടൈമിൽ ഫിനിഷ് ചെയ്യണം. അയാൾക്ക് കൂടുതൽ വെലോസിറ്റി വേണം. മനസ്സിലായോ? Is that clear? ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. Yes, sir. നോ സാർ, യെസ് സാർ. ഏതാ? Yes, sir. യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ക്ലിയർ ഓൾ ദീസ് ഡ്രോയിങ്സ്. No, 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 no. എന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ നോ എന്ന് പറഞ്ഞാണോ ആരെങ്കിലും? സാറേ എഴുതിയെടുക്കട്ടെ. ആ ആയിക്കോട്ടെ. സ്ക്രീൻഷോട്ട് എടുക്കടാ. വായിച്ചോളൂ. വായിച്ചോളൂ. Then next question. ഇതിന്റെ സൊല്യൂഷൻസ് ആ. അപ്പൊ സൊല്യൂഷൻസ് നമ്മൾ നോക്കി സമയം പോക്കില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Look at the other question. At height 80 meter, an aeroplane is moving with 150 meter per second. 80 meter height ഒരു എയറോപ്ലെയിന് 150 meter per second ലാണ് നീങ്ങുന്നത്. A bomb is dropped so that it. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസർ അല്ലല്ലോ. ഇത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണോ? സെയിം മോഡൽ അല്ലേ? മോഡലാന്നല്ലേ ഉള്ളൂ, അത് സെയിം ക്വസ്റ്റ്യൻ അല്ലല്ലോ. Distance from the target should be at what distance from the target should be the bomb be dropped? അതായത് റേഞ്ച് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേ ആണോ? റേഞ്ച് കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞത്. റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? റേഞ്ച് is velocity into time, that is velocity into root of 2h by g ആണോ? അല്ലേ? Therefore range is equal to what is velocity? Velocity is 150. പ്ലെയിൻ നീങ്ങുന്ന വെലോസിറ്റിയിൽ തന്നെയാണ് ബോംബ് ഇനീഷ്യൽ ആയിട്ട് തീർക്കുക. 150 into root of 2h. 2 into 80 divided by, in this situation we could take g as 10. Root of 16 3 4 അല്ലേ? 150 into 4 അത്രയാ. What's the answer? 600 meter അല്ലേ? കുഴപ്പമില്ലല്ലോ. Shall I clear this? ഇനി അടുത്ത ചോദ്യം വെറുതെ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. I'll display the next question. We won't be having sufficient time to complete it. Therefore, a large number of bullets are fired in all directions with same V. What is the maximum area the ground on which the bullet will spread? അതായത് നമ്മളിപ്പം എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു സാധനത്തിന് in same velocity v, what is the maximum area the bullet will be spreading? അപ്പം ഒരു പീരങ്കി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫയർ ചെയ്തിട്ട് ബുള്ളറ്റ് ഇവിടെ പോയി വീഴും. ആ പീരങ്കിനെ ഇങ്ങോട്ട് തിരിച്ചു വെച്ച് ഫയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബുള്ളറ്റ് ഇങ്ങനെ പോയി വീഴും. അതിൽ ഇത് സ്പ്രെഡ് ചെയ്യുന്ന മാക്സിമം ഏരിയ, ഇത് സ്പ്രെഡ്